ഒമാനിലെ രാത്രിയിലെ കാലാവസ്ഥ പതിയെ തണുപ്പിലേക്ക് മാറി തുടങ്ങിയതോടെ ടൂർണമെന്റുകൾ സജീവമായി തുടങ്ങി. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പുലരുവോളം നീണ്ടു നിൽക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റുകൾക്കാണ് തുടക്കമായത്. നാട്ടിൽ നിന്ന് കളിക്കാരെയും സെലിബ്രിറ്റികളെയും എത്തിച്ചാണ് ടൂർണമെന്റുകൾ കൊഴുപ്പിക്കുന്നത്. ഒമാനിലെ രാത്രിയിലെ കാലാവസ്ഥ പതിയെ തണുപ്പിലേക്ക് മാറി തുടങ്ങിയതോടെ ടർഫുകളും ഗ്രൗണ്ടുകളും വീണ്ടും സജീവമായി തുടങ്ങിയിട്ടുണ്ട്. വിവിധ സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിലുള്ള ഫുട്ബോൾ ടൂർണമെന്റുകൾക്കാണ് വിസിൽ മുഴങ്ങിയത്. ഇനിയുള്ള മാസങ്ങൾ ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ ഫുട്ബോൾ ക്രിക്കറ്റ് ടൂർണമെന്റുകളുടെ സമയമാണ്. വ്യാഴാഴ്ചകളിൽ രാത്രി ആരംഭിക്കുന്ന മത്സരങ്ങൾ പുലരുവോളം നീണ്ടു നിൽക്കും. ടൂർണമെന്റിന് കൊഴുപ്പേകാൻ നാട്ടിൽ നിന്ന് താരങ്ങളെയും സെലിബ്രിറ്റികളെയും ഒമാനിലെത്തിക്കും. പ്രവാസികളാണ് ശരിക്കും നമ്മുടെ നാട്ടിലുള്ളതിനേക്കാൾ ഫുട്ബോൾ പ്രത്യേകിച്ച് ഫുട്ബോളിനോടുള്ള ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഞാനിപ്പോൾ കുറേ അടുത്ത ദിവസങ്ങളിലായിട്ട് ഇപ്പോൾ നമ്മൾ റിയാദിൽ പോയപ്പോൾ അവിടെ വലിയൊരു സോക്കർ മേള ഉണ്ടായിരുന്നു. അതിൻ്റെ ഫൈനലൊക്കെ കാണാനായിട്ട് ഏകദേശം ഒരു 6,000-7,000 ആളുകൾ വന്നൊരു കാഴ്ച കണ്ടു. ഇപ്പം ഞാൻ ഇവിടെ മസ്കറ്റിലെ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഇവിടെയും ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ക്രിക്കറ്റിനേക്കാൾ കേട്ടോ, നമ്മുടെ നാട്ടിലെ ക്രിക്കറ്റാണ് ഭയങ്കര ആവേശകരമെങ്കിൽ ഇവിടെ ഫുട്ബോളിനെ ഭയങ്കരമായിട്ട് അവർ സ്നേഹിക്കുന്നുണ്ട്. വെറും കായിക മത്സരങ്ങൾ മാത്രമല്ല, കുടുംബങ്ങൾക്ക് ഒത്തുകൂടാനുള്ള വേദി കൂടി ആക്കി മാറ്റുകയാണ് ഇവിടം സംഘാടകർ. പാട്ടും നൃത്തവും കുട്ടികൾക്കും കുടുംബങ്ങൾക്കും വിവിധ മത്സരങ്ങളും ഒക്കെയായി ആഘോഷിക്കാനുള്ളതെല്ലാം സംഘാടകർ ഒരുക്കും. രാത്രി മുഴുവൻ ഫുട്ബോളും പാട്ടും ഫുഡും ആസ്വദിച്ച് കുടുംബങ്ങൾ മൈതാനങ്ങളിൽ ചെലവഴിക്കും. മീഡിയ 1 മസ്കത്ത്.